സദാചാര കണ്ണുകളോടെ കാണുന്നതാണ്. അപ്പോൾ അതായത് കുടുംബമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും അപ്പം ഭർത്താവിന് കിട്ടുന്ന കെയർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നടന്ന സംഭവം എന്നുള്ള ഒരു പേര് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്താൽ അതിൻ്റെ ഒരു സ്പോയിലറായി പോകും, അതായത് ഒരു സസ്പെൻസ് പോവും. കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. അത്ര വലിയ ലാഭമൊന്നുമില്ല, കുഴപ്പമില്ല. പടം തന്നെ സൂപ്പർ നല്ലോണം ഇഷ്ടമായി. അടിപൊളി പടം. പടം കൊള്ളാം. സുരാജ് കൊള്ളാം, ബിജു മേനോൻ കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം. നന്നായി സംഭവം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ സദാചാര കണ്ണുകളോടെ കാണുന്നതാണ്. അപ്പോൾ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും അപ്പം ഭർത്താവിന് കിട്ടുന്ന കെയർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പുറത്തിരുന്ന ഒരാളത്ത് അത് അക്സെപ്റ്റ് ചെയ്തു. അതായത് നമ്മൾ ഇപ്പം വേറെ രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കിപ്പം ഒരു കെയർ നമ്മൾ പ്രതീക്ഷിക്കില്ല, അത് വേറെ സെക്സ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കെയർ ആയിട്ടുള്ള പോകുമ്പോഴത്തേക്കും സദാചാരമായിട്ട് തോന്നുന്നവർക്ക് ഒരു കൂട്ടം ഉണ്ടാവും. അവർക്ക് ഇന്നാളത്തെ ഒരു ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിൻ്റെ ഒരു പ്രമേയത്തും അതിൻ്റെ പുറകെ വരുന്ന നൂലാമാലകളായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രമേയമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ കൊള്ളാം. നമുക്ക് ഒരു വലിയൊരു മോറലാണ് കിട്ടുന്ന കാര്യം, ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്നാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മെസ്സേജാണ്, മോറലാണ്. കൊള്ളാം, നല്ല പടം. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന ഒരു സംഭവങ്ങൾക്ക് തന്നെ ഇതിന് മുമ്പൊക്കെ എല്ലാവരും കാണേണ്ട ഒരു പടമാണിത്. കൊള്ളായിരുന്നു കേട്ടോ സിനിമ, നല്ല സിനിമയായിരുന്നു. ഒരു ഫാമിലി മൂവി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ട്. ആ പടം കുഴപ്പമില്ല, അതായത് ഒരു ഫാമിലി പടമാണ്. അതായത് ഈ എന്താ പറയുക, ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു റെസിഡൻസ് ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പടം ഓവറോൾ കുഴപ്പമില്ല. ബിജു മേനോൻ്റെ ഒരു വ്യത്യസ്തമായ വേഷമാണ്. പുള്ളിയാണ് എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളെല്ലാം. സുരാജ്, ബിജു മേനോൻ, ശ്രുതി എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോണി ആൻ്റണി ഉണ്ട്. പക്ഷേ ഓവറോൾ സ്കോർ ചെയ്തേക്കുന്നത് സുരാജാണ്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പടമാണ്. പടം എന്താ പറയുക, ഒന്ന് രണ്ട് ചെറിയ മെസ്സേജും കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്താൽ അതിൻ്റെ ഒരു സ്പോയിലറായി പോകും, അതായത് ഒരു സസ്പെൻസ് പോവും. ഇതിലെന്താ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പടം ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം. സമൂഹത്തിനൊരു മെസ്സേജ് തന്നെയാണത്. നല്ല അഭിനയമായിരുന്നു, ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഫാമിലി തമ്മിലുള്ള പരസ്പരം ഓപ്പണായി സംസാരിക്കാത്തതിൻ്റെ ഉള്ള പ്രശ്നങ്ങളും എല്ലാം വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജ് എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലും പണക്കാരൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ചിലവർ നമ്മുടെ ഭർത്താവായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കൊരു നല്ലൊരു തൊട്ടപ്പുറത്ത് നല്ലൊരു ഫാമിലി വന്ന് താമസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി നമ്മളൊരു കള്ളുകുടിയനായിരിക്കും, പുള്ളിയും കള്ളുകുടിയനായിരിക്കും, പുള്ളി നല്ലൊരു മനുഷ്യനായിരിക്കാം. ആ ഒരു ക്യാരക്ടറാണ് ബിജു മേനോൻ ചെയ്ത് വയ്ക്കുന്നത്. ബിജു മേനോന് കിട്ടിയ വേഷം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജിനെ കുറിച്ച് ബാക്കി പറഞ്ഞില്ലല്ലോ. അതായത് അത് നമ്മളെ കണ്ണിൽ കാണുമ്പോൾ മറ്റൊരാൾ നമ്മളെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയായിട്ട് തോന്നും. അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഒരു സ്റ്റോറി ലെവൽ പോയിരിക്കുന്നത്. പിന്നെ നല്ലൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫാമിലികളിലൊക്കെ ഏറ്റവും പണക്കാരായിട്ട് ജീവിക്കുന്ന ഫ്ലാറ്റുകളിലും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ജീവിക്കുന്ന വില്ലേലും താമസിക്കുന്നവർക്ക് ചിലവർ ബിസിനസ്സുകാരായിരിക്കും, ചിലവർ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭാര്യയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നേ നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അവരൊരു ലേഡി ഫ്രണ്ടായിരിക്കും, അവരുടെ അടുത്ത് അത് കംപ്ലീറ്റ് അവർ തുറന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു മെസ്സേജാണ്. അത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. നമ്മളെപ്പോഴും നമ്മൾ ജോലി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ബിസിനസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യേനെ നമ്മൾ കെയർ ചെയ്യുക, അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക. ആ സ്നേഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. അതാണ് നടന്ന സംഭവം. പിന്നെ സുരാജ് ഏട്ടൻ അത്യാവശ്യം കുഴപ്പമില്ല. സുരാജ് ഏട്ടൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വന്നിട്ടുള്ളത്. പുള്ളിയുടെ നമ്മുടെ തിരുവനന്തപുരത്തെ അണ്ണൻ്റെ ആ ഒരു സ്ലാങ്ങൊക്കെ മാറ്റിയിട്ട് എന്താണോ അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിട്ടൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ ഒരു അക്ഷരം പറയാനില്ല. ബിജു മേനോൻ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇത് നല്ലൊരു മെസ്സേജ്, ഇത് എല്ലാവരും കാണണം. എല്ലാവരും കണ്ട ഇത് നടന്ന സംഭവം എന്നുള്ള ഒരു പേര് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്.
ഒരുപാട് ജീവിതങ്ങളെ കാര്യങ്ങൾ നമുക്കത് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു മോഹം തോന്നുമ്പോഴത്തേക്ക് ഒരു ലേഡി ആയിരുന്നാലും ആണുങ്ങളായിരുന്നാലും പല കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. ചിലപ്പോൾ നമ്മൾ ആ ഒരു ലേഡിയുടെ ലേഡിയുടെ സംഭവങ്ങൾ, വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളെ മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ആ ഒരു മനസ്സിൽ നമ്മൾ അവരെ കാണാൻ പാടില്ല. അവരെ സങ്കടങ്ങൾ കാര്യം അവർ ആരെടുത്ത് പറയും, പക്ഷെ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരണം. അതാണ് നടന്ന സംഭവം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം എല്ലാവരും വന്ന് കാണണം, കണ്ടാലേ പറ്റുള്ള കാര്യം. എനിക്ക് പടം ബിജു മേനോൻ്റെ ക്യാരക്ടർ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു.